ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ അയച്ചിട്ടുണ്ട്. അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരണം. എല്ലാ രീതിയിലും റോജയെ അന്വേഷിക്കാൻ റാണി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഞാൻ പോയിട്ട് വരാം. എവിടെ പോവാ റാണിയമ്മേ? വീർഗഡിന്റെ രാജകുമാരനെ കാണാനില്ല. എനിക്ക് വെറുതെ കയ്യും കെട്ടി ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ അവനെ തേടി കണ്ടുപിടിച്ചു കൊണ്ടുവരാം. അതെന്താ റാണി, ഞങ്ങളെന്താ ചത്തുപോയോ? ഞങ്ങള് പോയി അവിക് ബെന്നെ നോക്കിക്കോളാം. നിക്കേ പ്രതാപ് സാർ, അതെ, ആ പെണ്ണുണ്ടല്ലോ റോജ, അവൾ ആ അവിക് ബെന്നെ കടത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ചേ മതിയാകൂ. അതെ, ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്. നിങ്ങൾ എല്ലാ ആൾക്കാരെയും പറഞ്ഞു വിട്ടോ ഒന്ന് അന്വേഷിക്കാൻ നോക്ക്. റാണി ഇങ്ങനെ വിഷമിക്കാതെ. ആ പെണ്ണിനെ കണ്ടുപിടിച്ച് ഞങ്ങൾ റാണിയുടെ കാൽ കീഴിൽ കൊണ്ട് നിർത്തുന്നതായിരിക്കും. പറയുന്നത് ശരി തന്നെയാ റാണിയമ്മേ. അച്ഛൻ ആ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. അച്ഛൻ കാര്യങ്ങൾ വേഗം ചെയ്യും. റാണിയമ്മ വിഷമിക്കാതിരിക്കെ. അവിക് ബെന്നയെ കണ്ടുപിടിക്കാൻ പറ്റും. പെങ്കൊച്ചോടിപ്പോയി. എന്താടാ പറഞ്ഞ? അവൾ എവിടെ പോയത് പറടാ. ഞങ്ങൾക്കറിയില്ല. എടാ, ഇത് അളിയൻ അറിഞ്ഞ എന്ത് വിചാരിക്കും? അവള് പോയെന്നോ? ആ പ്രതാപ് പറയേ. എന്ത് പറയാനാ അളിയാ? ആ പെണ്ണ് അവള് പോയെന്ന്. ഇത് പറയാൻ വേണ്ടിയാണ് താൻ ഫോൺ ചെയ്തത്. ഒരു ചെറിയ പണിയല്ലേ തന്നുള്ളൂ, അതുപോലെ മര്യാദയ്ക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടെ? 4 പേരെ കാവൽ നിർത്തിയിരുന്നതാ, എന്നിട്ട് അവള് രക്ഷപ്പെട്ട് കളഞ്ഞു. ഇത് തന്നെ എന്നോട് ഇങ്ങനെ തന്നെ പിന്നെ പറയണ്ട. ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ചെയ്ത തെറ്റ് തിരുത്താൻ നോക്ക്. ആ പെണ്ണ് ഒരു കാരണവശാലും കൊട്ടാരത്തിലേക്ക് എത്താൻ പാടില്ല. തനിക്ക് മനസ്സിലായോ? നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. എടാ, ചീട്ട് കളിക്കാനോടാ നിങ്ങക്ക് കാശ് തന്നെ? പോയി എവിടെയാ നോക്കണ? രക്ഷപ്പെട്ടു പോയെന്ന് പോയി നോക്ക്. പോവാനാ പറഞ്ഞ. ചേച്ചി വന്നു, എഴുന്നേക്ക്. അവിക്കൊന്ന് കണ്ണോർക്ക് പോനെ. അവിക്ക് എഴുന്നേക്ക്. എന്റെ ചേച്ചി വന്നേക്ക്, എഴുന്നേക്ക്. ശ്വാസമുണ്ട്. താങ്ക് യു ദേവി. അവിക് കണ്ണോർക്ക് പോനെ. ഞാനിപ്പോ എന്താ ചെയ്യാ? അവിക് 2 മിനിറ്റ് നിൽക്ക. നിനക്കൊന്നും സംഭവിക്കില്ല. നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ വിട്ടില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ചേച്ചി നിന്റെ കൂടെയുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചത്? എന്റെ സ്വപ്നം മുഴുവൻ തകർത്തത് ആരാണ്? നിനക്കൊന്നും സംഭവിക്കില്ല. എടീ നിൽക്കവിടെ. ഈ പെണ്ണെന്റെ ജീവിതം ശരിക്കും നരകമാക്കി മാറ്റുമെന്ന് തോന്നുന്നു. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇതിനെ രണ്ടിനെയും കൂടി ഒരുമിച്ച് ആ കളറിൽ അടക്കിയാലേ ശരിയാകും. നീയാണ് എന്റെ അനിയനെ കടത്തിയത്. നീയാണ് എന്റെ അനിയൻ ജീവനോട് സമാധി ചെയ്യാൻ ആഗ്രഹിച്ചേ.
എനിക്കാണ് ഇതൊക്കെ സംഭവിച്ചതെങ്കിൽ ഞാൻ ഉറപ്പായും പേടിച്ചേനെ. പക്ഷെ നീ ചെയ്തത് എന്റെ അനിയനെയാ. എനിക്ക് നിന്നോട് ഒട്ടും പേടിയില്ല. മര്യാദയ്ക്ക് വഴിയെന്ന് മാറ്. ഏയ്, ആവിക്, ആവിക്. എല്ലാം അവസാനിച്ചിരിക്കുന്നു. അവിക്, അവിക്, ആവിക്, ആവിക്, മാറ്. ആവിക്, ആവിക്, നിന്റെ റോജ ചേച്ചി വന്നു. ഒന്ന് കണ്ണോർക്കുമ്പോ നിനക്ക് എന്താ പറ്റുന്നത്? നീ മാറി നിൽക്കേ. എന്നെ അനിയനെ തൊടല്ലേ, എന്നെ അനിയനെ ഒന്നും ചെയ്യല്ലേ. ആവിക്, ആവിക്, നിനക്ക് എന്താ പറ്റിയ മോനെ? എഴുന്നേക്ക് മോനെ. ആവിക്, 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 കണ്ണോർക്ക് മോനെ. റോജ, ഇത് ഞാനാ, സമീർ. നിന്റെ അടുത്ത് തന്നെ, നിന്റെ കൂടെ ഉണ്ടാവും. ഒരിക്കലും ഇവന് ഒന്നും പറ്റാതെ നമുക്ക് നോക്കാൻ പറ്റണം. നീ ഇപ്പൊ മൊത്തത്തിൽ സേഫ് ആണ് റോജ. എന്റെ അനിയനെ രക്ഷിക്ക് പ്ലീസ്. ഇങ്ങോട്ട് നോക്ക്. കൊച്ചിനെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക്. ഇങ്ങോട്ട് പിന്നെ തിരിച്ചു വരണ്ട. ഇത് ഞാൻ നോക്കിക്കോളാം. പഠിക്കുന്നത് സ്കൂളില്, പക്ഷെ ഹീറോയെ പോലെ സംസാരം.
2 മിനിറ്റ് ഇവിടെ നിൽക്ക്. ചേച്ചി പോരാ. റോജ, നീ എന്തീ കാണിക്കുന്നേ? നിനക്കത് ഭ്രാന്ത് പിടിച്ചോ? നിനക്കെന്താ പ്രശ്നം? അവിക്, അവിക്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം, ഇല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ വേറെ വരും. നല്ല പേടിയാവുന്നുണ്ട്. ഇവനെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ റോജ. ജീവനോടെ ഉണ്ടാവില്ല. അവിക്, അവിക് റോജ. കണ്ണുതുറന്ന് നോക്ക് മോനെ. റോജ, ഞാൻ കൂടെ ഇല്ലേ? അവിക്കിനൊന്നും സംഭവിക്കത്തില്ല. അവിക്, നിന്റെ ചേച്ചി വന്നു. കണ്ണു അവിക്, അവിക് വാ. പതുക്കെ. അവിക്, അവിക്, അയ്യോ, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാം നമുക്ക്. അവിക്, അവിക്. അമ്മേ ദുർഗാദേവി, ഞാൻ നിന്നോട് എന്ത് പാപം ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ? എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ എന്നിൽ നിന്ന് അകറ്റുന്നത്? ആദ്യം ശരൺ ബണ്ണ എന്നെ വിട്ടുപോയി. എന്നാൽ ഈ അവിക് ബണ്ണയ്ക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അവിക് ബണ്ണയ്ക്ക് ഒന്നും സംഭവിക്കാതെ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ ഞാൻ ഒന്നും കഴിക്കില്ല, വെള്ളം കുടിക്കില്ല. അതുവരെ ഈ കർപ്പൂരം ഇങ്ങനെ കയ്യിൽ കത്തിച്ചു വെച്ച് ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ജീവിതത്തിൽ ഈ നാടകം അവസാനിപ്പിക്കാനേ പറ്റില്ലെന്ന് തോന്നുന്നു. ഇവിടെ റാണിയമ്മ, അവിടെ അച്ഛൻ. ആ റോജയെ ഇതുവരെ പിടിക്കാൻ കിട്ടിയോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. റാണിമേ, സ്വയം നിയന്ത്രിക്കേ. എന്നെ വിടാൻ. മഹാറാണി, നിങ്ങൾ എങ്ങനെ പട്ടണി ഇടുന്നോണ്ട് എന്ത് പൂജ ചെയ്യാൻ വിചാരിക്കുന്നേ? ഈ ദിവസം നിങ്ങൾ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. കുറച്ച് വെള്ളങ്ങൾ കുടിക്കും മഹാറാണി, പ്ലീസ്. വേണ്ട, ഇന്നൊരു ദിവസം മാത്രമല്ല, എന്റെ അവിക് ബണ്ണ തിരിച്ചു വരുന്നത് വരെ ഞാൻ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എന്റെ ഭക്തിയിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവിക് ബണ്ണ സുരക്ഷിതനായി ആരോഗ്യത്തോടെ മടങ്ങിയെത്തിയിരിക്കും. ഓ, തീർച്ചയായും വരും. റോജ, നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. ഒന്നും പ്രശ്നമില്ല. നോക്കി സൂക്ഷിച്ചു വാ. ഡോക്ടർ, ഡോക്ടർ, ഒരുപാട് മുറിവുണ്ട്, ബ്ലഡും പോയിട്ടുണ്ട്. എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യണേ, പ്ലീസ്, പ്ലീസ്. സോറി, എന്റെ വിസിറ്റിംഗ് അവർ കഴിഞ്ഞല്ലോ. വേറെ ഡോക്ടർ വരുന്നുണ്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം പ്ലീസ്. ഡോക്ടർ, ഇപ്പൊ ഇവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്തില്ലോണ്ടല്ലോ, ഞാൻ ആരാണെന്നറിയും. നിങ്ങൾ ഇവിടുന്ന് വെളിയിൽ പോകുന്ന നിങ്ങൾ വിചാരിക്കോ വേണ്ട. ഞാൻ എന്തൊക്കെ ചെയ്ത് പറയാൻ പറ്റില്ല. ശരി ശരി, കാം ഡൗൺ. ഞാൻ പരിശോധിക്കാം. കാലിൽ നിന്ന് ഒരുപാട് ചോര പോയിട്ടുണ്ടല്ലോ. പെട്ടെന്ന് തന്നെ മുറിവ് മരുന്ന് വെച്ച് കെട്ടണം, അല്ലെങ്കിൽ ഈ ചോര നിൽക്കില്ല. അവരെ അങ്ങോട്ട് ഇരുത്തിക്ക്. ഇരിക്കും. ആ, പതുക്കെ പതുക്കെ. ആ, ഇരുന്നാട്ടെ. നിങ്ങൾ അവരുടെ അടുത്ത് പോയി നിൽക്കൂ. ഓക്കെ ഡോക്ടർ. റോജ, നല്ല വേദനയുണ്ട്. റോജ, ഒരു 10 മിനിറ്റ് സഹിക്ക്. അത് കഴിയുമ്പോൾ എല്ലാം പൊക്കോളും. ഓക്കെ, ഞാനിവിടെ നിന്റെ കൂടെ തന്നെയുണ്ട്.
പതുക്കെ 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 നടന്നാൽ മതി. എന്റെ കൺമുന്നിൽ വെച്ചല്ലേ അവിക് ബന്നെ അവിടെ അടക്കിയത്. പിന്നെ എങ്ങനെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് അച്ഛൻ പറയുന്നത്? ദേ അളിയ, അവിടെ എന്താ നടന്നെന്ന് ഇപ്പൊ എന്നോട് ചോദിക്കരുത്. അവൾ ആ റാഡ് എടുത്ത് അളിയന്റെ കാലിനടിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. നെഞ്ചത്താണ് അടിച്ചതെങ്കിലോ? അവള് ദുർഗാദേവിയെ പോലെ ഉഗ്രരൂപം പൂണ്ട് നിൽക്കായിരുന്നു. അനിയനെ രക്ഷിക്കാൻ വേണ്ടി അവൾ ഏതറ്റം വരെയും പോവും. അതുമാത്രമല്ല, ആ സമീർ ബന്നെ ഉണ്ടല്ലോ, ആ പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഹീറോയെ പോലെ അവിടെ എത്തി. സമീർ ബന്നെയോ? പക്ഷെ സമീർ ബന്നെ എങ്ങനെ അവിടെ എത്തി? അവനെ വീട്ടിൽ നടന്ന ചടങ്ങിൽ പോലും കണ്ടില്ലായിരുന്നല്ലോ. അവരോട് അങ്ങോട്ട് കിടക്കാൻ പറയും. ഇപ്പൊ ശരിയാകട്ടോ, നീ ഒന്ന് പേടിക്കണ്ട. വാ, നോക്കി എല്ലാം ഇപ്പൊ ശരിയാവും. നിന്റെ സഹായങ്ങളൊന്നും ഞാൻ മറക്കില്ല. നോക്കൂ, മുറിവിന് നല്ല ആഴമുണ്ട്. ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്. ആദ്യം ഇവർക്ക് കുറച്ച് ബ്ലഡ് കയറ്റണം. അല്ല, ഇവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? ഹലോ, നിന്നെ നിനക്ക് എങ്ങനെ ഞങ്ങളുടെ റോയൽ സ്കൂളിൽ വരാൻ പറ്റും? നിന്റെയും എന്റെയും ബ്ലഡ് സെയിം അല്ല. കോമണറും റോയൽ ബ്ലഡും ഒരിക്കലും സെയിമാവില്ല. എക്സ്ക്യൂസ് മീ, നിനക്കറിയില്ലേ ഓരോ ബ്ലഡ് ഗ്രൂപ്പിനും ഓരോ പേരുണ്ട്. പക്ഷേ അതിലേത് ബ്ലഡ് ഗ്രൂപ്പിനും ഈ പേരില്ല, റോയൽ എന്ന്. ഓഫ് കോഴ്സ്. പക്ഷേ അതിനകത്ത് ഓപ്പോസിറ്റീവും ഉണ്ട്. അതിനർത്ഥം ഞങ്ങൾ റോയൽ ഫാമിലി തന്നെ. ഒരിക്കലും ഞങ്ങൾ വെളിയിൽ നിന്നും ആരുടെയും ബ്ലഡ് സ്വീകരിക്കത്തേയില്ല. ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ടെൻഷൻ ആവോ? നിനക്കറിയോ, എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ പോസിറ്റീവാ. നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് മറ്റുള്ള ആൾക്കാരുടെ ബ്ലഡ് ഗ്രൂപ്പായിട്ടൊക്കെ യോജിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോ നീ എന്ത് ചെയ്യും? നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് മാറ്റോ? ഓ പോസിറ്റീവ്. ഡോക്ടർ, ഇവളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഓ പോസിറ്റീവാ. ഞങ്ങൾ രണ്ടുപേരും ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആണ്. പ്രിയസ്, എന്റെ ബ്ലഡ് എടുത്തോളൂ. ഇവക്കൊരിക്കലും ഒന്നും സംഭവിക്കാൻ ഞാൻ പറ്റത്തില്ല. ശരി. പഴമക്കാര് പറഞ്ഞത് ശരിയാ. നമ്മുടെ മണ്ടത്തരം നമുക്ക് തന്നെ വിനയായി. നിന്റെ മകൻ ആ സമയത്ത് അവിടെ വരാതിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തന്നെ ജയിക്കുകയുള്ളായിരുന്നു. എനിക്കൊരിക്കലും അവന്റെ മുന്നിൽ പോയി റിസ്ക് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ അവിടുന്ന് എത്രയും പെട്ടെന്ന് സ്ഥലം വിടുകയായിരുന്നു. ഞാൻ പറയുന്നത് നീ കേക്ക്. ആദ്യമേ തന്നെ സമീറിനെ നമ്മുടെ പ്ലാനിലേക്ക് നീ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ന് 2 പേരും കഥ അവസാനിച്ചേനെ. ഇല്ല അച്ഛ, എനിക്ക് സമീർ ബന്നെ ഇതിനകത്തൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല അച്ഛ. ഇങ്ങനെ പോയാൽ അവർ 2 പേരും ഒന്ന് ചേർന്നാലുണ്ടല്ലോ. അതോർത്ത് അച്ഛൻ ടെൻഷനൊന്നും ആവണ്ട. അത് ഞാൻ നോക്കിക്കൊള്ളാം. ചേച്ചി പറയുന്നത് ശരിയാ. സമീറിനെ നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കാം. പക്ഷെ അവളെ എന്ത് ചെയ്യാനാ? അവള് നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ഇപ്പൊ അവൾക്ക് എല്ലാം അറിയാം. അവളുടെ അനിയനെ കൊല്ലാൻ നോക്കിയത് ആരാണെന്നുള്ള രഹസ്യം വരെ അവൾക്കറിയാം. അറിയോ? എന്ത് തന്നെ സംഭവിച്ചാലും ശരി, അവർ 2 പേരും ഒരു കാരണവശാലും ഈ കൊട്ടാരത്തിനകത്തേക്ക് എത്താൻ പാടില്ല. എന്റെ അവിക് ബണ്ണയെ എന്റെ അടുത്ത് തിരിച്ചേൽപ്പിക്കണം. എനിക്ക് അവനെ വേണം. റാണിയമ്മേ, എല്ലാ സ്ഥലത്തും തിരക്കി നോക്കി. ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് പോലും അവിക്ക് എവിടെ പോയെന്ന് ഒന്നും അറിയത്തില്ല. അവിക് ബണ്ണ, അവിക് ബണ്ണ, അവിക് ബണ്ണ. അവിക് ബന്നെ വന്നു. അവിക് ബന്നെയോ? കണ്ടില്ലേ, കഥ അവസാനിച്ചു. പെട്ടെന്ന് നീ എന്തെങ്കിലും ചെയ്യേ, ഇല്ലെങ്കിൽ ആ ചെറുക്കനെങ്ങാനും വാ തുറന്നാലുണ്ടല്ലോ.
പൊന്നുമോൻ എങ്ങോട്ടാ പോയത്? ഈ മുത്തശ്ശിയെ വിട്ടിട്ട് പോകാൻ എങ്ങനെ മനസ്സ് വന്നു? എപ്പോഴും നിന്നെ കുറിച്ച് മാത്രമായിരുന്നു എന്റെ ചിന്ത. നീ ഇല്ലാതെ ഞാൻ എത്ര കരഞ്ഞെന്നോ. ദുർഗാദേവിയോടാണ് ഞാൻ ഇതിനായി നന്ദി പറയേണ്ടത്. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എനിക്കറിയാമായിരുന്നു ദേവി എന്നെ ഒരിക്കലും കൈവിടില്ലെന്ന്. അവിക് ബണ്ണ, നീ സുരക്ഷിതനായിട്ട് തിരിച്ചു വന്നല്ലോ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവിക് ബണ്ണ? നന്നായിരിക്കുന്നല്ലോ.